ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. വ്യത്യസ്തമായ ഒരു രുചിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഒഴിച്ചുകറി റെസിപ്പീസ് ഒരുപാട് ചാനലിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു ചട്ടി വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മളിതിനകത്തേക്ക് ഒരു 15 ഓളം, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. തീരെ ചെറുതാണെങ്കിൽ അളവ് കൂട്ടിയെടുക്കാം. ഇതൊരു 15ഓളം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 20-25 എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2ആയിട്ട് കട്ട് ചെയ്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ എണ്ണയിൽ നമ്മുടെ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വാടണ്ട, എന്നാൽ സോഫ്റ്റ് ആവണം കേട്ടോ, ആ ഒരു പരുവം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു സ്വല്പം ഉപ്പും ഒരു ഇത്തിരി മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പും എരിവും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് സോഫ്റ്റായി വരണം, എന്നാൽ അങ്ങ് ഉടഞ്ഞു പോകുന്ന പരുവാവുകയും ചെയ്യരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. ചെറിയ ഉള്ളി കൊണ്ടും സവോള കൊണ്ടും ഒക്കെ മാത്രം വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തീയലൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ട്രൈ ചെയ്യാൻ മറക്കരുത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ, അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായി വന്നപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചെയ്യുന്നത്, നല്ല വലുപ്പമുള്ള ഒരു സവോളയും വലിയ ഒരു തക്കാളിയും, ഒരു വലുത് പറഞ്ഞാൽ ഒരുപാട് വലുതാവണ്ട, ഒരു മീഡിയം ടൈപ്പ് അത്രയും മതിയാവും കേട്ടോ. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. നല്ല വലിയൊരു സവോളയും, സവോള മീഡിയം അല്ല, കുറച്ച് വലിയ സവോളയാണ് എടുത്തത്. ഒരു 3-4 പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചടിക്കരുത്, അല്ലാതെ തന്നെ നന്നായിട്ട് അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതൊന്നായി വരുന്ന സമയത്ത് നമുക്കൊരു ചട്ടി വീണ്ടും വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയുടെയും തക്കാളിയുടെയും കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വലിപ്പമുള്ള ഒരു സവോള എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേവി കുറവായി പോവും. എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ്, ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാൻ മറക്കരുത്. നല്ലപോലെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്തോളൂ, ഒരുപാട് ഹൈ ഫ്ലെയിമിലിടണ്ട. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എന്താ, അത്യാവശ്യം നമ്മുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ലെവൽ ചെയ്ത് ചേർക്കാം. ഒരുപാടങ്ങ് കുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, ലെവൽ ചെയ്തെടുത്തോളൂ. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 2-3 നുള്ള് കായപ്പൊടി ചേർക്കാം, ഒരുപാട് അളവ് കൂട്ടണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല വേണം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാവുന്നതാണ്. ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ട. 1/2 ടീസ്പൂൺ ചേർത്തോളൂ. ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 to 1/2 ടീസ്പൂണിന് ഇടയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ വരെ ചേർക്കണ്ട, 1/4 ടീസ്പൂണും ഒരു ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ പൊടികളുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട തൈരാണ്. ഒരു 1/2 കപ്പ് തികച്ചെടുക്കണ്ട കേട്ടോ, കട്ട തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ ഒരു
പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1/2 കപ്പ് വരെയൊക്കെ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ, തിക്കായിട്ടുള്ള തൈര്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഒന്ന് ചൂടായി കിട്ടണം, അത്രയേ ഉള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ, ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത്, ഓവറായിട്ട് തിക്കാക്കാനും പാടില്ല. ഈ ഒരു രീതിയിലെടുത്താൽ മതിയാവും. ഇത്തിരി കൂടി തിക്കാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. നാടൻ റെസിപ്പീസിനൊക്കെ എപ്പോഴും കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയിലയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച്, ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞങ്ങോട്ട് ചേർത്താൽ മതി കേട്ടോ. ചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാവുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. തൈര് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒഴിച്ച റെസിപ്പീസ്, അങ്ങനെ പല ടൈപ്പ് റെസിപ്പീസ്. ഒരു 2 ഡേയ്സ് മുന്നേ നമ്മൾ തൈര് മാങ്ങാക്കറി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തൈരും ഒരു പച്ചമാങ്ങയും, ചെറിയൊരു പച്ചമാങ്ങയും മതിയാവും. ഇപ്പോൾ എല്ലാ വീട്ടിലും പച്ചമാങ്ങ ഉണ്ടാവുമല്ലോ, നമുക്ക് ഓണത്തിന് എല്ലാ വീട്ടുകളിലും വാങ്ങിച്ചിട്ടുണ്ടാവും. ഒരു പച്ചമാങ്ങ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റുള്ള വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തു നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചേക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പം എന്താ, ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, ഈ ഒരു രീതിയിൽ എടുത്താൽ മതിയാവും. നല്ലൊരു മണമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്, ഒരു പ്രത്യേക സ്വാദാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ വേറെ കറികൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഒഴിച്ചറി ട്രൈ ചെയ്യുക. ഒരു പ്രത്യേക ടേസ്റ്റുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ചെറിയുള്ളി ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത്, എന്നാൽ സോഫ്റ്റ് ആവാൻ വേണം. അങ്ങ് ഉടയുന്ന പരുവം ആവാൻ പാടില്ല. അപ്പോൾ ആ കറിക്ക് ആ ഒരു കാണാനും ഒരു ഭംഗിക്കുറവുണ്ടാവും, ടേസ്റ്റും കുറഞ്ഞു പോകും. അതായത് നമ്മുടെ ഉള്ളി അങ്ങ് കുഴഞ്ഞിട്ട് കറി അങ്ങനെ കുറുകുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ആ ഒരു രീതി വേണ്ട, ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഒഴിച്ച റെസിപ്പീസ് ഓൾറെഡി ഒരുപാട് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.